എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തേക്ക് വരികയാണ്. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. ബി.ജെ.പിക്ക് നേരിയ മുൻതൂക്കം എന്നാണ് പല സർവേകളും പ്രവചിക്കുന്നത്. കൂടുതൽ വിലയിരുത്തലുകളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും ശ്രീജിത്ത് ബാലകൃഷ്ണനും വി.എസ്. സനോജും ചേരുകയാണ്. ആദ്യം ശ്രീജിത്തിലേക്ക്. ശ്രീജിത്ത്, ഏതൊക്കെ ഏജൻസികളുടെ സർവേ ഫലങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്? നേരിയ മുൻതൂക്കം ബി.ജെ.പിക്ക് ഉണ്ട് എന്നുള്ളതാണ് ആദ്യ റിപ്പോർട്ടുകൾ, അല്ലേ? ലക്ഷ്മി, തീർച്ചയായും ഏറെക്കുറെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന പോലെ തന്നെയാണ് കാര്യങ്ങൾ. ബി.ജെ.പിക്ക് നേരിയ മുൻതൂക്കമാണ് ആദ്യഘട്ടത്തിൽ എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും പറയുന്നത്. ഇപ്പോൾ ഏതാണ്ട് ഈ JVC പോൾ, മെട്രൈസ് അടക്കമുള്ള എക്സിറ്റ് പോളുകൾ നേരിയ മുൻതൂക്കം തന്നെയാണ് ബി.ജെ.പി പറയുന്നത്. ഏതാണ്ട് 43 സീറ്റുകൾ വരെ ബി.ജെ.പിക്ക് പറയുന്നുണ്ട്. അതോടൊപ്പം അതേ സമയത്ത് ആം ആദ്മി പാർട്ടിയും ഏതാണ്ട് 32 വരെ സീറ്റുകൾ പറയുന്നുണ്ട്. കോൺഗ്രസിന് ഏതാണ്ട് 2 സീറ്റുകൾ മാത്രമാണ് മെട്രിക്സ് പറയുന്നത്. അതോടൊപ്പം തന്നെ PMARC അതിൽ കുറച്ചും കൂടി ബി.ജെ.പിക്ക് ഒരു നേരിയ മുൻതൂക്കം പറയുന്നത്. ഏതാണ്ട് 49 സീറ്റുകൾ, അതായത് 39 മുതൽ 49 സീറ്റുകൾ വരെയാണ് ബി.ജെ.പിക്ക് PMARC പറയുന്നത്. അതായത് ഏതാണ്ട് അധികാരത്തിലെത്താൻ കഴിയുന്ന, ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ കഴിയുന്ന, മെജോറിറ്റിയിലേക്ക് എത്താൻ കഴിയുന്ന ഒരു സീറ്റ് നിലയാണ് ബി.ജെ.പിക്ക് PMARC പറയുന്നത്. ആം ആദ്മി പാർട്ടിക്ക് അതേസമയം 32 മുതൽ 37 സീറ്റുകൾ വരെയാണ്. 36 സീറ്റുകളാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത്. എന്നിരുന്നാൽ കൂടിയും 40 സീറ്റുകളിലേക്ക് ബി.ജെ.പി എത്തുകയാണെങ്കിൽ സ്വാഭാവികമായും അവർക്ക് അധികാരത്തിലെത്താൻ കഴിയും. ആ 40 സീറ്റുകൾ എവിടെ കുറയുന്നോ അത് ആം ആദ്മി പാർട്ടിക്ക് എന്തായാലും അധികാരത്തിലെത്താൻ കഴിയില്ല എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ പ്രവചനങ്ങൾ ഉണ്ടായിരുന്നതാണ്. ആ സ്ഥിതി തന്നെയാണ് JVCയിലും മെട്രൈസിലും പീപ്പിൾസ് ഇൻസൈറ്റിലും പറയുന്നത്. ഏതാണ്ട് 6 പ്രധാനപ്പെട്ട ഏജൻസികളാണ് ഇത്തവണ ഡൽഹിയിൽ ഈ സർവേ നടത്തിയത്, എക്സിറ്റ് പോളുകൾ നടത്തിയത്. അതിൽ എല്ലാ ഏജൻസികളും ഏതാണ്ട് JVC സർവേ പ്രകാരം 45 സീറ്റുകൾ പറയുമ്പോൾ മെട്രൈസിന്റെ ഇത് പ്രകാരം 40 സീറ്റുകൾ, പീപ്പിൾസ് ഇൻസൈറ്റ് 44 സീറ്റുകൾ. അതായത് ഒരു വലിയ മെജോറിറ്റിയിലേക്ക് ബി.ജെ.പി പോകുന്നു. നല്ല മുൻതൂക്കത്തോടുകൂടി അധികാരത്തിലെത്താൻ കഴിയുമെന്ന് തന്നെയാണ്, ബി.ജെ.പിക്ക് അധികാരത്തിലെത്താൻ കഴിയുമെന്നാണ് എല്ലാ എക്സിറ്റ് പോളുകളും എല്ലാ സർവേ ഫലങ്ങളും ഇപ്പോൾ പറയുന്നത്. ഏതാണ്ട് 32 സീറ്റുകളിലേക്ക്, ഒരു ശരാശരി 31-32 സീറ്റുകളിലേക്ക്, അതായത് 29 സീറ്റുകൾ മാത്രമാണ് പീപ്പിൾസ് ഇൻസൈറ്റ് പറയുന്നത്. JVC പോൾ പറയുന്നത് 31 സീറ്റുകൾ, അതായത് ആം ആദ്മി പാർട്ടിക്ക് 35-ലും താഴെ, അതായത് കേവല ഭൂരിപക്ഷത്തിനും താഴെ മാത്രമാണ് ഇപ്പോൾ പ്രവചിക്കുന്നത്. ആം ആദ്മി പാർട്ടി ഒരുപക്ഷെ 40 സീറ്റുകളിലേക്ക് എത്തിയാൽ പോലും ബി.ജെ.പിക്ക് അധികാരം പിടിക്കാൻ കഴിയുമെന്ന രൂപത്തിലായിരുന്നു രാഷ്ട്രീയ സമവാക്യങ്ങൾ രൂപപ്പെട്ടു വന്നിരുന്നത്. കാരണം ആം ആദ്മി പാർട്ടിയിൽ നിന്നും MLA-മാരെ ചാക്കിടാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം ബി.ജെ.പിക്ക് ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് എന്ന രൂപത്തിൽ ചർച്ചകൾ ഉണ്ടായിരുന്നു. 8 MLA-മാർ ഇപ്പോൾ തന്നെ ആം ആദ്മി പാർട്ടിയിൽ നിന്ന് ബി.ജെ.പിയിലേക്ക് പോയി കഴിഞ്ഞിരുന്നു. ആ ഒരു രൂപത്തിൽ വലിയ അടിയൊഴുക്ക് ആം ആദ്മി പാർട്ടിക്ക് അകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായും ഒരു 36 സീറ്റുകൾക്ക് മുകളിലേക്ക് ആം ആദ്മി പാർട്ടി എത്തിയില്ല എങ്കിൽ സ്വാഭാവികമായും അധികാരത്തിൽ നിന്ന് താഴെ പോകേണ്ട സാഹചര്യം ഉണ്ടാകും. ഏതാണ്ട് എക്സിറ്റ് പോൾ ഫലങ്ങളും ആ രൂപത്തിൽ തന്നെയാണ് കാര്യങ്ങൾ പറയുന്നത്. 45 സീറ്റുകളാണ് JVC പറയുന്നത്. അതൊരു വലിയ ഭൂരിപക്ഷമാണ്. ബി.ജെ.പിയെ സംബന്ധിച്ച് വലിയ മേൽക്കൈയായിരിക്കും ഒരുപക്ഷെ അവിടെ സംഭവിക്കുക. 49 സീറ്റുകൾ വരെ PMARC പറയുന്നുണ്ട്. ആ PMARCന്റെ ഒരു പ്രഡിക്ഷൻ ശരിയായി വരികയാണെങ്കിൽ മറ്റൊന്നും ആലോചിക്കാതെ തന്നെ അവർക്ക് അധികാരത്തിലേക്ക് എത്താൻ കഴിയും. ആ രൂപത്തിലാണ് ഇപ്പോൾ സർവേ ഫലങ്ങൾ വരുന്നത്. ഏതാണ്ട് ഒരു ശരാശരി 30 സീറ്റുകൾ വരെ മാത്രമാണ് ഒരു പക്ഷേ ആം ആദ്മി പാർട്ടിക്ക് ഇപ്പോൾ നേടാൻ കഴിയുന്ന രൂപത്തിലാണ് പ്രവചനങ്ങളുള്ളത്. ആ 29 സീറ്റുകളൊന്നും ഒരിക്കലും ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചൊരു സേഫ് സോൺ അല്ല എന്ന് തന്നെയാണ് കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും ഒരേപോലെ വരുന്ന സാഹചര്യം ഉണ്ടായാൽ സ്വാഭാവികമായും അധികാരത്തിലേക്ക് ബി.ജെ.പിക്ക് എത്താൻ കഴിയും എന്ന് തന്നെയാണ് നാം മനസ്സിലാക്കുന്നത്.